നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് നരേന്ദ്രമോദി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുത വിജയം പ്രതീക്ഷിച്ച് തന്ത്രങ്ങൾ ഒരുക്കിയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. വേദിയിൽ നടി ശോഭനയും PT ഉഷയും അഞ്ജു ബോബി ജോർജും മിന്നുമണിയുമെല്ലാം ഉള്ളത് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരു പിന്തുണ കേരളത്തിലുണ്ട് എന്നതിന്റെ തെളിവുകളാണ്. നടി ശോഭന പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ താൻ വലിയ പ്രതീക്ഷ കാണുന്നു. വനിതാ സംവരണ ബിൽ പാസാക്കിയ മോദിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ. പ്രതീക്ഷയോടെ മോദിയുടെ നേതൃത്വത്തെ കാണുന്നുവെന്ന് നടി ശോഭന പറയുമ്പോൾ കേരളത്തിൽ BJPയുടെ ഒരു വേദിയിൽ പൊതുസമ്മേളന വേദിയിൽ നടി ശോഭനയെ പോലെ മലയാളി നെഞ്ചേറ്റിയ ഒരു ചലച്ചിത്ര താരം നിൽക്കുമ്പോൾ അത് BJPയുടെ ചില തുറുപ്പ് ചീട്ടുകൾ രംഗത്തിറക്കിയുള്ള കളിയുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. റോഡ് ഷോയിലുടനീളം സുരേഷ് ഗോപി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നു. അത് കേവലം നരേന്ദ്രമോദിയോടുള്ള അടുപ്പം കൊണ്ട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുകയാണ്. നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് പിന്നിലുണ്ട്. സുരേഷ് ഗോപി നമ്മുടെ നാളത്തെ പ്രതീക്ഷയാണ്, ഭാരതത്തിന്റെ പ്രതീക്ഷയാണ്, BJPയുടെ പ്രതീക്ഷയാണെന്നുള്ള വലിയ സന്ദേശം സുരേഷ് ഗോപിയെ ആ റോഡ് ഷോയിലുടനീളം വാഹനത്തിലെത്തിയതിലൂടെ നരേന്ദ്രമോദി നൽകുകയാണ്. മറ്റൊന്ന് കേരളത്തിലെ ഭരണകൂടത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്നത് എത്രത്തോളം കേന്ദ്ര സർക്കാരിന്, BJPക്ക്, നരേന്ദ്രമോദിക്ക് വേണ്ടപ്പെട്ടയാളെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ് ആ യാത്രയിലൂടെ നരേന്ദ്രമോദി ചെയ്തത്. സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ ഒരു നുള്ള് മണ്ണ് പതിച്ചാൽ അതിന് കേന്ദ്രം പ്രതികാരം ചോദിക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയെ ആ വേദിയിലേക്ക് എത്തിക്കാതിരിക്കാൻ നടത്തിയ ഉള്ളുകളികൾ, എത്രത്തോളം വലിയ തന്ത്രങ്ങളാണ് കേരളത്തിന്റെ പോലീസ് മെനഞ്ഞതെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പിന്നീട് ആ വകുപ്പുകളിൽ ഗൗരവമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് സുരേഷ് ഗോപിയെ രാഖി രാമാനം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടത്തിയവരാണ് കേരളത്തിന്റെ പോലീസ്. ഒടുവിൽ പണി പാളുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് അതിൽ നിന്ന് പിന്മാറിയത്. സുരേഷ് ഗോപിയെ ജയിലിലടച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കൽത്തുറങ്കലിലാകുമെന്ന് ഏറെക്കുറെ CPMന് ബോധ്യപ്പെട്ടു. ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ കരുനീക്കം തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് കേന്ദ്രത്തിൽ വീണ വിജയനെതിരെയുള്ള പടയൊരുക്കം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചിരുന്നു. മാസപ്പിടി കേസിൽ മാത്രമല്ല, 125 കോടിയോളം രൂപ കേരളത്തിലെ കരിമണൽ ഖനന മാഫിയയിൽ നിന്ന് കേരളത്തിലെ നേതാക്കന്മാരും കേരളത്തിലെ ഭരണകൂടത്തിന്റെ പ്രധാനികളും കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു. അങ്ങനെയെങ്കിൽ മകൾക്കൊപ്പം ചിലപ്പോൾ മുഖ്യമന്ത്രിയായ അച്ഛനും അകത്തായേക്കുമെന്നുള്ള സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ ഇനി തൊടണ്ട എന്ന തീരുമാനത്തിലേക്ക് കേരള പോലീസ് എത്തിയത്. അത് മാത്രവുമല്ല, കേരള പോലീസിലെ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ ചൊല്ലിക്കൊടുത്തു. അതായത് എത്രത്തോളം ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാലും ആ വകുപ്പുകൾ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നിലനിൽക്കില്ല. കാരണം ലക്ഷക്കണക്കിന് മലയാളികൾ നേരിട്ട് കണ്ട ഒരു സംഭവത്തിലാണ് നിങ്ങൾ ബലാത്സംഗ കുറ്റം ചുമത്തുന്നത്. പ്രേക്ഷകർ ഓർക്കണം, ഏതെങ്കിലും തരത്തിലുള്ള പീഡന ശ്രമമല്ല, ബലാത്സംഗ കുറ്റമാണ് നടൻ സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയത്. അങ്ങനെ ബലാത്സംഗ കുറ്റം ചുമത്തിയത് ഏതെങ്കിലും ഇരുട്ടുമുറിയിൽ നടന്ന സംഭവത്തെ അധികരിച്ചല്ല, ഏതെങ്കിലും ഒറ്റപ്പെട്ട മുറിയിൽ സുരേഷ് ഗോപിയും മാധ്യമപ്രവർത്തകയും മാത്രമുണ്ടായപ്പോൾ നടന്നതല്ല, മറിച്ച് 100ഓളം മാധ്യമപ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും പാർട്ടി പ്രവർത്തകരും നിന്ന വേദിയിൽ, നിന്ന സദസ്സിൽ, നിന്ന ഇടത്ത് മാധ്യമങ്ങൾ തത്സമയം ലോകം മുഴുവൻ കാണിച്ച ദൃശ്യങ്ങളിൽ കണ്ട കാര്യത്തിലാണ് ബലാത്സംഗ കുറ്റം ചുമത്തിയത്. എത്രത്തോളം ബുദ്ധിമാന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കണം. അതിൽ വിവരമുള്ള ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഈ കേസും കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ പോയാൽ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയും അടുത്ത സെക്കൻഡിൽ. എന്തിനാണ് നാണം കെടാൻ പോകുന്നത് കോടതിക്ക് മുന്നിൽ വീണ്ടും? അങ്ങനെ ആ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ട് അത് നമുക്ക് പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ ആ കേസ് മാറ്റിവെച്ചതിന് പിന്നിലും സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിലും അത്തരത്തിലുള്ള തിരിച്ചടി ഭയം മാത്രമല്ല, മറിച്ച് അതിനേക്കാൾ
നടപടി കേന്ദ്ര സർക്കാർ എടുത്ത നടപടികളിലുള്ള ഭയമാണ്. കേന്ദ്ര സർക്കാർ ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ആ നീക്കങ്ങൾ ചിലപ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് അങ്ങനെ എടുത്ത നടപടികൾ മാറിയത്. അപ്പോഴും കേരളത്തിലെത്തിയ, തൃശ്ശൂരിലെത്തിയ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാക്കുക, സ്ത്രീശക്തി മോദിക്കൊപ്പം എന്നുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ അനൗദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുക. കേരളത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ തന്ത്രങ്ങൾ ഇറക്കിയുള്ള ഒരു കളിയാണ് ഇത്തവണ BJP നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടി വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം രാജ്യത്ത് ആദ്യമായി തൃശ്ശൂരിന്റെ മണ്ണിൽ നടത്തുന്നത്. ആ പരിപാടി നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീജനങ്ങളുടെ സാന്നിധ്യം BJP അവിടെ ഉറപ്പാക്കിയിരുന്നു. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ BJPയോടൊപ്പം ചേർക്കാനുള്ള പ്രവർത്തനം അവർ ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊപ്പം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കൂടി ഉറപ്പിക്കാനായാൽ കേരളത്തിൽ അത്ഭുതകരമായ വിജയം നേടാനാകുമെന്ന് BJPക്ക് വ്യക്തമായി അറിയാം. കാരണം കേരളത്തിലെ വോട്ടർമാരിൽ പകുതിയിലധികം സ്ത്രീ വോട്ടർമാരാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ആര് വിജയിക്കണം, ആര് പരാജയപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് സ്ത്രീ വോട്ടർമാരുടെ ഒരു സാന്നിധ്യമാണ്. അവർ ഏത് ഭാഗത്തേക്ക് തിരിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജയാപരാജയങ്ങൾ. അങ്ങനെ നിർണായകമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ 5-10% അധികം വർദ്ധിപ്പിക്കാനായാൽ അത് അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് BJPക്ക് അറിയാം. ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നതിനൊപ്പം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കൂടി ഉറപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിൽ ഇക്കുറി കേന്ദ്ര BJP നേതൃത്വം പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് ഏതൊക്കെ സമയത്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച്. തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയുടെ വിജയം അനിവാര്യമാണെന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്നു. അതിനുവേണ്ടിയുള്ള സകല തന്ത്രങ്ങളും പയറ്റുകയാണ്. അതിനൊപ്പം കേരളത്തിൽ BJPയുടെ ചില തുറുപ്പ് ചീട്ടുകൾ ഇക്കുറി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കെത്തും. അതിന്റെ ചില മുന്നൊരുക്കങ്ങളാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയുടെ വേദിയിൽ നമ്മൾ കണ്ടത്. കേരളത്തിന്റെ അഭിമാനമായ പ്രിയങ്കരിയായ നടി ശോഭന, കേരളത്തിന്റെ പ്രിയങ്കരിയായ PT ഉഷ, കേരളത്തിന്റെ പ്രിയങ്കരിയായ ക്രിക്കറ്റ് താരം മിന്നുമണി, അങ്ങനെ സ്ത്രീ രത്നങ്ങളെയൊക്കെ തന്നെ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് BJPയുടെ മുഖ്യധാര മുഖമാക്കി മാറ്റിക്കൊണ്ട് അവരെ കേരളത്തിൽ പ്രതീകങ്ങളാക്കി മാറ്റുകയാണ് BJP ചെയ്യുന്നത്. നടി ശോഭന പറഞ്ഞൊരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട്, നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അഭിമാനമുണ്ട്, നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ നാളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള നടി ശോഭന നാളെ കേന്ദ്ര സർക്കാരിൽ ഒരു MP ആയോ ഒരു സഹമന്ത്രിയായോ വരില്ല എന്നാരു കണ്ടു. ഇതാണ് BJPയുടെ തന്ത്രം. BJPയുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച്, BJP അണിയറയിൽ മെനയുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അധികമാർക്കും പുറത്തറിയാൻ കഴിയില്ല. അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ അഭ്രപാളിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ BJP കഴിഞ്ഞാൽ നടി ശോഭനയും നാളെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കൂടാ എന്നില്ല. എന്തായാലും കേരളത്തിന്റെ മണ്ണിൽ വലിയ ആവേശം വിതറിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ BJP തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ പ്രചരണം കുറിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ അശ്വമേധം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.